ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ തക്കവിധം കാത്തിരിപ്പിൻ്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ 2-ാം ദിവസമാകുന്ന ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മൾ എപ്പോഴും നൽകുന്നതായ ഒരു അടയാളം, സൈൻ, സിമ്പൽ പ്രാവ് ആണ്. എന്തുകൊണ്ടായിരിക്കും പ്രാവിൻ്റെ ഒരു പ്രതീകം? ബൈബിളിലും നമ്മൾ കാണുന്നത് ജോർദാൻ നദിയിൽ യേശു തമ്പുരാൻ്റെ മാമോദിസ സമയത്ത് പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി കാണുകയാണ്. എന്തുകൊണ്ടാവാം ഈ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാകാൻ ഉള്ള കാരണം? ഒരുപക്ഷെ പ്രാവിനെ കൂടുതൽ അടുത്ത് അറിഞ്ഞിട്ടുള്ള ആളുകൾ പ്രാവുമായി ഇടപഴകുമ്പോൾ പ്രാവിൻ്റെ ഒരു പ്രത്യേകത, പ്രാവും കൂട്ടിൽ നമ്മൾ പ്രാവിൻ്റെ കൂട് സന്ദർശിക്കുകയാണെങ്കിൽ ആ പ്രാവും കൂട്ടിൽ ചിലപ്പോൾ മുട്ട കാണാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളായ പ്രാവുകൾ കാണാം. അപ്പോൾ അതിനെയൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ തള്ളപ്രാവ് നമ്മെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അതിൻ്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ഇങ്ങനെ വലിയ അരുവി പോലെ ഒഴുകിയിറങ്ങി ആ തള്ളപ്രാവ് വിപരീത ദിശയിലേക്ക് പറന്നു പോകുകയും പിന്നീട് ഒരിക്കലും ആ പ്രാവിൻകൂട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുകയും ചെയ്യുന്നില്ല. അതേസമയം നമ്മളൊരു കാക്കക്കൂട്ടിൽ കാക്കയുടെ കുഞ്ഞിനെ എടുക്കാൻ പോയാൽ ബാക്കിയുള്ള എല്ലാ കാക്കകളും കൂടി നമ്മെ ഒരു പരുവമാക്കും. നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ തിരിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് തിരിച്ചു പോരാൻ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാവുന്ന പ്രാവ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നാം പുതുക്കം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ ഉജ്ജ്വലിക്കുവാൻ തക്കവിധം നമ്മൾ ഏറെ അക്ഷീണമുള്ള കഠിനാധ്വാനം ആവശ്യമാണ്. കാരണം ദിനം പ്രതിയുള്ള ചെറുതും വലുതുമാകുന്ന നമ്മുടെ പാപങ്ങൾ ഒരുപക്ഷെ എണ്ണിയെടുക്കുന്നതിനും തിരിച്ചറിയുന്നതിനും പോലും ഇത് പാപമാണോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലുള്ള ചില പാപമയങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെയും ജീവിതത്തിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലെ ചൈതന്യമാകുന്ന, നമ്മളിലെ പരിശുദ്ധാത്മാവ് കൂദാശകളിലൂടെ നമ്മൾ ദിനം പ്രതി പ്രാപിച്ചെടുത്ത ആ പരിശുദ്ധാത്മാവ് ചോർന്നു പോകുന്നത് ഒരുപക്ഷെ നമ്മൾ പോലും അറിയുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ സഭ ക്രമീകരിച്ചിട്ടുള്ളതായ ഈ ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് ഈ 2025 കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായകനായി തീരുവാൻ കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങൾ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ധ്യാന വിഷയമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.